بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലെന്ന പോലെ പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമദയാലുവായ അല്ലാഹു നാം ജീവിക്കുന്ന കാലമത്രയും മുത്തക്കികളായി ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥി 11 മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അയാൾ രാവും പകലും അധ്വാനിക്കുന്നത് പോലെ അയാൾ പാതിരാവിൽ ഉറക്കമൊഴിഞ്ഞ് തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്കെത്താൻ അധ്വാനിക്കുമ്പോഴും അയാൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു സത്യവിശ്വാസി ഈ ലോകത്ത് അവൻ ജീവിക്കുമ്പോൾ ശരിയായ വിശ്വാസത്തിൻ്റെ പാത ഉൾക്കൊണ്ടുകൊണ്ട് പാതിരാവിൽ ജനകോടികൾ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ, അവരുടെ ഉറക്കപ്പായയിൽ നിന്ന് വീണ്ടും വീണ്ടും ചരിഞ്ഞും മറിഞ്ഞും കിടക്കാതെ അവർ അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് എഴുന്നേറ്റ് വരും. അവർ പാതിരാവുകളിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ലോകത്തെ സർവ്വ മനുഷ്യരും ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ അവരുറക്കത്തിലേക്ക് ആണ്ടുപോവുകയില്ല. അവരുടെ ജീവിതത്തിനൊരു കാഴ്ചപ്പാടുണ്ട്, അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി ജീവിതത്തിൻ്റെ പല സുഖങ്ങളും ആസ്വാദനങ്ങളും അവർ വേണ്ട എന്ന് മാറ്റിവെക്കും. വിശ്വാസികളായ ഏതെങ്കിലും ഒരു സഹോദരൻ രോഗം കൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നു എന്ന് കണ്ടാൽ
ആരാധനകളിൽ മാത്രമല്ല, അയാളെ കൊണ്ട് കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രകടനാത്മകതകളില്ലാതെ അയാളുടെ സാന്നിധ്യവും സഹായവും അയാളിലുണ്ടാകും. തൻ്റെ സാമ്പത്തികമായ അക്കൗണ്ടിലേക്ക് ഒരു 2000-ഓ 3000-ഓ പലിശയുടെ രൂപ അയാളുടെ മൊബൈലിലെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നെഞ്ചിടിപ്പും വെപ്രാളവും അയാളിലുണ്ടാകും. അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ആ പലിശയെ അയാൾ മാറ്റിവെക്കും. എന്തോ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി 1-2 ലക്ഷം രൂപ കടം വാങ്ങി കടക്കാരനിൽ നിന്ന് ആ തുക തൻ്റെ ആവശ്യം മനസ്സിലാക്കി കടം വാങ്ങിയത് മുതൽ അന്ന് രാത്രി മുതൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ കടക്കാരനിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതുവരെ അയാളുടെ മനസ്സിനൊരു സമാധാനവും ശാന്തിയും ഉണ്ടാവുകയില്ല. പതിരാവുകളിൽ നെടുവീർപ്പോടുകൂടി അയാൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ, മറ്റൊരു അപരൻ്റെ ബാധ്യത എൻ്റെ കരങ്ങളിലുണ്ട്. എൻ്റെ ആത്മാവ് വേർപെടുന്നതിനു മുമ്പ് അത് കൊടുത്തു വീടാനുള്ള സൗഭാഗ്യം നീ എനിക്ക് തരണേ റബ്ബേ എന്ന് നൊമ്പരപ്പെട്ടുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കും. നാട്ടിൽ ജോലിയില്ലാതെ പ്രവാസിയായ ഒരു സഹോദരൻ ഗൾഫിൽ 1-2 വർഷം പണിയെടുത്തു. നാട്ടിൽ ഭാര്യയും മക്കളും വാടകയ്ക്കാണ് താമസിക്കുന്നത്. 10-12 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് എത്തിയപ്പോൾ വീട് നിർമ്മാണത്തിലേക്കല്ല അയാൾ മെനക്കെട്ടത്. പറമ്പുകളിലും മറ്റും കിളച്ച് കൂലിവേല ചെയ്ത് വളർത്തിയ എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധമായ ഹജ്ജ് നിർവഹണത്തിന് ആ തുക അതിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് തൻ്റെ ഉപ്പയെയും ഉമ്മയെയും അയാൾ ഹജ്ജിലേക്ക് പറഞ്ഞു വിടുന്നു. ഒരു വിശ്വാസിയുടെ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് സഹോദരങ്ങളെ. ഫലസ്തീനിലെ ഗസയിൽ 1 വർഷങ്ങൾക്ക് മുമ്പ് നിർഭയത്വത്തോടുകൂടി ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ തകർന്നു വീണ തൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ സങ്കടത്തോടും പ്രയാസത്തോടും കൂടി തൻ്റെ ഉപ്പയും ഉമ്മയെയും ഭാര്യയും മക്കളും അന്തിയുറങ്ങിയ ഭവനമാണിത്. ഇന്ന് ചില കോൺക്രീറ്റ് മൺതരികളായി ഇത് മാറിയിരിക്കുന്നു. 1 വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരണപ്പെട്ട് ഏകാന്തതയിൽ ആ ചെറുപ്പക്കാരൻ ഇരിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സിൽ നിരാശയോ പ്രയാസങ്ങളോ കടന്നു വരുന്നില്ല. ഇതല്ല എൻ്റെ ജീവിതം, ഇവിടെയല്ല എൻ്റെ ജീവിതം. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളുടെ മനസ്സകങ്ങളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകീനത്ത്, സമാധാനം ഇറക്കി കൊടുക്കുന്നു. ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം. അവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാനികമായ ഉറച്ച ഒരു ബോധ്യവും വിശ്വാസവുമുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ പതറിപ്പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളുടെ മനസ്സകങ്ങളിൽ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അല്ലാഹു ഒരു സക്കീനത്ത്, സമാധാനവും ശാന്തിയും ഇറക്കി കൊടുക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഓരോ സത്യവിശ്വാസിയും മരണാനന്തര ലോകത്തേക്കു വേണ്ടി നിറഞ്ഞ നന്മകൾ അവർ സ്വയത്തമാക്കുമ്പോൾ, ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ വാരിക്കൂട്ടുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അപരനിൽ പരിശോധിക്കുന്നതിനു മുമ്പ്
നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും പരീക്ഷണങ്ങളിൽ പതറിപ്പോകുന്ന മനസ്സിൻ്റെ ഉടമകളാണോ? രോഗങ്ങളിലും സാമ്പത്തികമായ പ്രതിബന്ധങ്ങളിലും തളർന്നും തകർന്നും പോകുന്നവരാണോ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ മനസ്സ് പതുങ്ങിപ്പോകുന്നവരാണോ? നാം നമ്മെ ഒന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റർവെൽ അടിക്കുമ്പോൾ സ്കൂൾ മുറ്റത്ത് ഒരുപാട് കളികൾ അവർ കളിക്കും. ചിലർ ഓടിക്കളിക്കും, ചിലർ രണ്ട് കൈകൾ കോർത്തു പിടിച്ചിട്ട് പലതരം കളികൾ അവരവിടെ കളിക്കും. അടുത്തൊരു ബെല്ല് മുഴങ്ങുമ്പോൾ അവർ അവരുടെ ക്ലാസ് റൂമിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കും. നിറഞ്ഞാടിയ ആ സ്കൂൾ മുറ്റം വിജനമായ ഒരു മൂകമായ പ്രദേശമായി മാറും. അതുപോലെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും മരണത്തിൻ്റെ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ പുസ്തകങ്ങൾ മടക്കി വെച്ച് ഇനി ഒരു കർമ്മങ്ങൾക്കും അവസരമില്ലാതെ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് നാം നീങ്ങേണ്ടി വരും. അവിടെയാണ് ഒരു വിശ്വാസി മടക്കയാത്രയ്ക്ക് വേണ്ടി താൻ മടങ്ങിപ്പോകേണ്ട ലോകത്തെക്കുറിച്ച് ഇരുളടഞ്ഞ ഖബറിൽ പ്രകാശിതപൂരിതമാകുന്ന നന്മകൾ എൻ്റെ കൈവശമുണ്ടോ? എല്ലാവരുമുള്ള എൻ്റെ ഭവനത്തിൽ നിന്ന് ഏകാന്തതയുടെ ഭവനത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും അതിൻ്റെ ഒരുക്കങ്ങളും എന്നിലുണ്ടോ? എൻ്റെ വിശ്വാസം സംശയമില്ലാത്ത ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യ മേഖലകൾ പരിശോധിക്കും. 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ നമ്മുടെ ബോഡിയുടെ കൊളസ്ട്രോളും നമ്മുടെ ശാരീരികത്തിൻ്റെ അവസ്ഥകളും എന്തെങ്കിലും രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തും. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാളെ എനിക്കെന്നെ നഷ്ടപ്പെട്ടുവോ അതോ എനിക്കെന്നെ മടക്കി കിട്ടിയോ എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാനിൻ്റെ മാറ്റുരച്ച് നോക്കാനുള്ള ഒരവസരമാണ് പരിശുദ്ധമായ ഈ മുഹറം മാസം കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. വെറും പേരിലും സംശയത്തിലും ആറാടി ജീവിക്കുന്നവരാണോ നാം ഓരോരുത്തരും? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറ ഹജ്ജിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്. വലിയഅലമല്ലദീന ഊതുൽ ഇൽമ, അറിവുള്ളവർ, വിജ്ഞാനമുള്ളവർ, വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും മാഹാത്മ്യവും മനസ്സിലാക്കി അറിവും വിജ്ഞാനവുമുള്ളവർ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, അവർക്കറിയാം ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് എന്ന്, സ്വർഗനരകങ്ങൾ സത്യമാണ് എന്ന്, ഖബറിന്റെ രക്ഷാശിക്ഷകൾ സത്യമാണ് എന്ന് അവർക്കറിയാം. ഫയുമിനൂ ബിഹി, അതോടൊപ്പം അതിൽ അവർ വിശ്വാസികളാകുന്നതിനു വേണ്ടി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത്തരണത്തിൽ കീഴൊതുങ്ങുന്നതിനു വേണ്ടി അള്ളാഹു പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ ആരാധനകളിലും ഇബാദത്തുകളിലും കീഴൊതുങ്ങുന്നതിനു വേണ്ടിയിട്ടും വഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസികളെ അള്ളാഹു നയിക്കുന്നത് ഇലാ സിറാത്തിൻ മുസ്തഖീം, ശരിയായ പാതയിലേക്കാണ്, ശരിയായ മാർഗത്തിലേക്കാണ്. ചിലപ്പോ ബഹുദൈവ ആരാധനയുടെ മാർഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എടുത്തു മാറ്റി തൗഹീദിലേക്ക് കൊണ്ടുവരും. തൗഹീദിൽ നിന്ന്, എല്ലാ ധാർമ്മികതകളിൽ നിന്നും മാറി ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക്, നാളെ പരലോകത്തേക്ക് എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടാത്ത രൂപത്തിൽ നന്മകൾ സ്വയത്തമാക്കാൻ,
ആരാധനകൾ ചൈതന്യപൂർണമാക്കാൻ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ പ്രകടനാത്മകതകളില്ലാതെ നിഷ്കളങ്കമായ കറകളഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള നിഷ്കളങ്കമായ നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കും. എന്നാൽ ചില മനുഷ്യർ അവർ മുസ്ലിം നാമധാരികളായിരിക്കും, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നു ചെന്നിട്ടുണ്ടാവുകയില്ല. സ്വകാര്യതകളിൽ പാപങ്ങളും തെറ്റുകുറ്റങ്ങളിലും മുഴുകുന്നവരാണ്. കാരണം അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയോ ഉറപ്പോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ തൊട്ടടുത്ത ഈ വചനത്തിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്നത് വലാ യസാലുല്ലദീന കഫറു ഫീ മിർയത്തിൻ മിൻഹു, സത്യനിഷേധികളായ മനുഷ്യർ അവർ സംശയത്തിൽ ചാഞ്ചാടും. അല്ലാഹുവിലും പരലോകത്തിലും സ്വർഗനരകങ്ങളിലുമൊന്നും ദൃഢമായ ഒരു ബോധ്യമില്ല. ദൃഢമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഹറാമുകളിലും തെറ്റുകുറ്റങ്ങളിലുമൊക്കെ അവർ വഴുതി പോകുന്നത്. അല്ലാഹു പറയുന്നു വലാ യസാലുല്ലദീന കഫറു ഫീ മിർയത്തിൻ മിൻഹു, അത്തരം സത്യനിഷേധികൾ സംശയത്തിൽ ആറാടുന്നവരാണ്. ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തഹ, പെട്ടെന്ന് അന്ത്യനാൾ സംഭവിക്കുന്നതുവരേക്കും, ഇന്നോ നാളെയല്ല, അയാളുടെ അന്ത്യനാൾ സംഭവിക്കുന്നതുവരേക്കും അയാളുടെ മനസ്സിൽ ഒരു ദൃഢമായ ഒരു വിശ്വാസത്തിൻ്റെ മാർഗരേഖയില്ല. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാഞ്ചാടിക്കൊണ്ടാണ് അയാൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തി ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം, വിനാശകരമായ ഒരു ശിക്ഷ, എന്തെങ്കിലും ഒരു രോഗമോ ഒരു വിപത്തോ ഒരു മരണമോ കടന്നു വരുന്നതുവരെ അയാൾ സംശയത്തിൽ ആറാടിക്കൊണ്ടിരിക്കും. ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ എന്നെക്കുറിച്ചാണോ, നാം ഓരോരുത്തരെ കുറിച്ചാണോ അല്ലാഹു ഈ പറയുന്നതെന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. 2 ആയത്തുകളാണ് സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് അറിവുള്ള മനുഷ്യർക്ക് അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ്. മരണത്തോടുകൂടിയാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. സ്വർഗനരകങ്ങളും പരലോകവും ഇത് യാഥാർത്ഥ്യമാണ്. എൻ്റെ റബ്ബെന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യവും ഉറപ്പും അവർക്കുണ്ടാകും. എന്നാൽ മറ്റൊരു കൂട്ടരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവർ സംശയത്തിൽ ആറാടി ജീവിക്കുന്നവരാണ്. ഖിയാമത്ത് നാൾ വരെയും മനസ്സിൽ ഒരു ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാതെ സംശയത്തിൽ ചാഞ്ചാടുന്നവരാണ്. നാം ആലോചിക്കേണ്ടത് ഇതിലേത് വിഭാഗത്തിലാണ് നാം പെട്ടുപോകുന്നത് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ സിറാത്തിൻ മുസ്തഖീം, ശരിയായ വഴി കാണിച്ച് ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വിശ്വാസം അത് ദൃഢമുള്ളതാണ് എങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഏത് പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ഉൾക്കരുത്ത് ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, ജീവിതവും മരണവും ഒക്കെ നൽകി നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിൽ അയ്യുക്കും അഹ്സനു അമല, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹു പരിശോധിക്കുമ്പോൾ അതിൽ മറന്നു പോകാതെ അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ, രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നിരാശയില്ലാതെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വിശ്വാസികൾ, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല, വലനബുലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണത്തെ അതിജീവിക്കുന്നവരാണ്
അവരുടെ വിശ്വാസത്തിൽ ദൃഢതയും ബോധ്യവുമുള്ളവരാണ് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവും ഉൾക്കരുത്തും ഉണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി, സത്യവിശ്വാസിയാകട്ടെ സത്യവിശ്വാസിനിയാകട്ടെ അവരെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എന്തിലൊക്കെയാണ് പരീക്ഷണം? ഫീ നഫ്സിഹി, അവരുടെ സ്വന്തം ശരീരത്തിലും, വവലദിഹി, അവരുടെ മക്കളിലും, വമാലിഹി, അവരുടെ സമ്പത്തിലും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഹതിയാതുൻ, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതുവരെ അള്ളാഹു അവനെ അവൻ്റെ സ്വന്തം ശരീരത്തിലും അവൻ്റെ മക്കളിലും അവൻ്റെ സമ്പത്തിലുമൊക്കെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. കുടുംബം വളരെ സുഭിക്ഷമായി പോയിക്കൊണ്ടിരുന്നു. കടങ്ങളില്ല, പ്രാരാബ്ധങ്ങളില്ല. ബാങ്ക് അക്കൗണ്ടിൽ 10-30 ലക്ഷം രൂപയുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മകനൊരു രോഗം വന്നത്. രോഗം വന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോയി. 10-30 ലക്ഷം രൂപയുണ്ടായിരുന്ന സഹോദരൻ്റെത് സീറോ ബാലൻസിലേക്ക് എത്തപ്പെട്ടു. പരീക്ഷണങ്ങളും രോഗങ്ങളും വേദനകളും ഒന്നിനു പിറകെ ഒന്നായി അയാളെ പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴും ആ വിശ്വാസി, ഇന്നല്ലാഹ മഅന, എനിക്കെൻ്റെ സമ്പത്തിൻ്റെ കൂടെയില്ലെങ്കിലും എൻ്റെ മക്കൾ രോഗത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒക്കെയാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള പരിരക്ഷയും സംരക്ഷണവും ഉണ്ടാകും. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പതറിപ്പോകുന്ന, പരീക്ഷണങ്ങളിൽ പരുങ്ങിപ്പോകുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തി, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ വിശ്വാസിയാണ്, ഖൈറും വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ, പരീക്ഷണങ്ങളിൽ പതറിപ്പോകുന്ന, തളർന്നും തകർന്നും പോകുന്ന, നിരാശയിലേക്കും വിഷാദങ്ങളിലേക്കും പെട്ടുപോകുന്ന വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടം മാനസികമായ ഉൾക്കരുത്തുള്ള, എവിടെയും എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ വിശ്വാസിയെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അപസ്മാരം ബാധിച്ച ഒരു സഹോദരി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാര രോഗമുണ്ടാകുന്നുണ്ട്. എൻ്റെ രോഗം മാറാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി, സഹോദരി, ഈ രോഗത്തിൽ ക്ഷമിച്ചാൽ അള്ളാഹു താങ്കൾക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ഇല്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. 2-1 ഏതു വേണം? ആ സഹോദരി പറഞ്ഞു, ഞാൻ ഈ രോഗത്തിൽ ക്ഷമിക്കാം പ്രവാചകരെ. പക്ഷെ അപസ്മാരം വരുമ്പോൾ എൻ്റെ നഗ്നത വെളിവാകുന്നുണ്ട് റസൂലേ, അത് വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി ലോകത്ത് ജീവിക്കുമ്പോഴും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. നാളെ പരലോകത്ത് അനശ്വരമായ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഇഅത് വലാ ഖതിറ അലാ ഖൽബി ബശറിൻ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിലും ആസ്വാദിച്ചിട്ടില്ലാത്ത, ആസ്വാദ്യകരമായ അനശ്വരമായ, മരണമില്ലാത്ത, ടെൻഷനില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണം ഞാൻ തരണം ചെയ്യേണ്ടതുണ്ട് എന്നൊരു ബോധ്യം അയാളിലുണ്ടാകും. മഹാനായ മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. മൂസാ അലൈഹിസ്സലാം ജനിച്ചു വീണപ്പോൾ ഫിർഔൻ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കൊന്നുകളയുകയാണ്. ആ സമയത്ത് ആ ഉമ്മയുടെ മനസ്സിലുണ്ടായ ഭയപ്പാടും ആശങ്കയും എത്രത്തോളമാണ്. ആ കുട്ടിയെ
ഒരു പെട്ടിയുണ്ടാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കാൻ അള്ളാഹുവിൻ്റെ ബോധനമുണ്ടായി. പക്ഷെ ആ കുട്ടിയെ ഒഴുക്കി വിടുമ്പോഴും തിരിച്ച് ആ ഉമ്മയുടെ കരങ്ങളിലേക്ക് ആ കുട്ടി വന്നെത്തുന്നതുവരെ ആശങ്കയുടെയും ഭയപ്പാടിൻ്റെയും ഒരു സന്ദർഭമുണ്ട്. അവസാനം ആ കുട്ടി രാജാവിൻ്റെ ക്ഷണമുണ്ടായി, നിങ്ങൾ തന്നെ ഈ കുഞ്ഞിനെ വളർത്തുക. ഫിറഔൻ അനേകായിരം കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുമ്പോൾ ആ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തുകയും തിരിച്ച് ആ ഉമ്മയിലേക്ക് തന്നെ മടക്കി ഏൽപ്പിക്കുന്നതിനിടയിലുള്ള കുറേ സമയമുണ്ട്. ആ മാതാവ് അനുഭവിച്ച വേദനയുടെയും ആശങ്കയുടെയും സമയവും സന്ദർഭവുമുണ്ട്. അത്തരം സമയവും സന്ദർഭവും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അവിടെ നാം അക്ഷമരാവുകയോ അവിടെ നാം ക്ഷമകേട് കാണിക്കുകയോ എന്തിനാണ് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നത് എന്ന സങ്കടത്തിൻ്റെയും നീരസത്തിൻ്റെയും ഒരു സംസാരം ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവുകയില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ബിനിയാമീൻ എന്ന ഇളയ മകനും നഷ്ടപ്പെട്ടു. അതിലുള്ള സങ്കടത്താൽ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാറി. പക്ഷേ നിരാശ ആ പ്രവാചകനെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ മക്കളോട് യൂസുഫിനെയും ബിനിയാമീനെയും അന്വേഷിച്ച് ഈജിപ്തിലേക്ക് പോകാൻ പറയുമ്പോഴും ആ സാത്വികനായ ആ പിതാവ് തൻ്റെ മക്കളോട് പറയുന്നത്, വലാ തയഅസൂ മിർ റൗഹില്ലാ, മക്കളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിരാശപ്പെടുന്നത് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ജനതയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അകാരണമായി ജയിലിൽ അടക്കപ്പെട്ടു. 2 സഹോദരന്മാർ ജയിലിൽ കൂടെയുണ്ടായിരുന്നു. ആ 2 പേരുടെ സ്വപ്നത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രം നമുക്കറിയാം. എന്നാൽ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ആ സഹോദരനോട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി, വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹുമാ അസ്കുർനി ഇൻദ റബ്ബിക്, 2 പേരിൽ നിന്ന് സുരക്ഷിതനായി രാജാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ആ ജയിലിലെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ നിന്റെ യജമാനൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിരപരാധിയായ എന്നെക്കുറിച്ച് നീ അവിടെ ഓർമ്മപ്പെടുത്തണം. രാജാവിൻ്റെ അടുക്കൽ എന്നെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅൻസാഹു ശൈത്വാനു ദിക്റ റബ്ബിഹി, തൻ്റെ യജമാനനോട് ഈ വിവരം ഓർമ്മപ്പെടുത്തുന്നതിന് തൊട്ട് ജയിലിൽ നിന്ന് ആ മനുഷ്യൻ വിമോചിതനായതിനു ശേഷം അദ്ദേഹം മറന്നുപോയി. ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ, പിന്നെയും വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. ഈ ചരിത്രം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്, പരീക്ഷണങ്ങൾ നീണ്ടുപോകുമ്പോൾ അക്ഷമരായി പോകാതിരിക്കുവാനും ക്ഷമയുടെയും സഹനതയുടെയും വലിയ പാഠമാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിട്ടാണ്. ആരാധനകളിലും ഇബാദത്തുകളിലും ഒക്കെ കർമ്മോത്സുകതയുണ്ടാകും. എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവരുടെ ആരാധനകളും വിശ്വാസങ്ങളും വഴിമാറി അക്ഷമനായി പോകും. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവൻ്റെ ജീവിതത്തിലേക്ക് ഷർറ് കടന്നു വരുമ്പോൾ, പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അവൻ വേവലാതിക്കാരനാകും. വൈദാ മസ്സഹുൽ ഖൈറു മനൂഅ, എന്നാൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അവനത് തടഞ്ഞു വെക്കും. എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇതെനിക്ക് കിട്ടേണ്ടതാണ് എന്ന രൂപത്തിൽ അവൻ അതിനെ തടഞ്ഞു വെക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലൽ മുസല്ലി